ഗായ്സ് 100ാമത്തെ എപ്പിസോഡാണെന്ന്. സ്റ്റേ ട്യൂൺ ടു വൈഷ്ണവീസ് വ്ലോഗ്. ഗായ്സ് 100ാമത്തെ എപ്പിസോഡാണെന്ന്. സ്റ്റേ ട്യൂൺ ടു വൈഷ്ണവീസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഫാമിലീസും ഇവിടെ മോസ്റ്റ്ലി വരാൻ പറ്റി. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞു. എല്ലാവരെയും ഒന്നിച്ച് എല്ലാവരുടെ കൂടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത് ഒരു 100 എപ്പിസോഡ്സ് ആയിരിക്കും നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിനേക്കാളും വലിയൊരു ജേർണിയാണിത്. ഭയങ്കര സന്തോഷമാണ്. അത്രയും അക്സെപ്റ്റൻസ് ആണ് എല്ലാവരുടെയും. ഞങ്ങൾക്ക് സന്തോഷം. ഓരോ ദിവസം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ സിസ്റ്ററിനെ കാണിക്കും. എല്ലാവരും ഓരോ കഥാപാത്രവും ഒക്കെ അല്ലേ അത് വന്ന് എല്ലാവരും മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പക്ഷെ മരിച്ചിട്ടില്ല. ആരാണ് അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ സാറ് എൻ്റെ തിരുസംഗീനാണ്. അതുപോലെ തന്നെ സാറിൻ്റെ തന്നെ സബ്ജക്റ്റും സാറിൻ്റെ തന്നെ ഭാഷയിലും സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റും നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് അല്ലെങ്കിൽ കണ്ട് പരിചയിക്കുന്ന ഓരോരോ കഥാപാത്രങ്ങളുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കഥാപാത്രങ്ങളെ നമുക്ക് ചലിക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്ന് അത്ര ഈസി അല്ല കാര്യം. സാറിൻ്റെ സബ്ജക്റ്റിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കങ്ങനെ വെറുതെ ഒന്നോ രണ്ടോ ഷോട്ടുകളിലൂടെ നമുക്ക് ഒരു കഥ പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 100 എപ്പിസോഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 111 ദിവസങ്ങൾ നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പോൾ ഈ 100 എപ്പിസോഡിൽ നമ്മൾ എത്തിച്ചിരിക്കുന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ തിരിച്ച് പറയുന്നില്ല. എല്ലാവർക്കും ഞാൻ ആഗ്രഹിച്ചതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ വിപുലമായ ഒരു കഥാപാത്ര ശ്രേണിയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് വീടുകൾ, അങ്ങനെ വളരെ വിശാലമായിട്ടുള്ളൊരു ക്യാൻവാസിൽ അത് എങ്ങനെ ഫലപ്രദമായിട്ട് സ്ക്രീനിലെത്തിക്കാൻ പറ്റുന്ന കാര്യത്തിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ആപ്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടുമോ, അതിന് തക്ക രീതിയിലുള്ളൊരു ടീം വർക്ക് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഓർത്തി തൊരട്ടിയൊക്കെ ആയിട്ട് ഒരുപാട് കഥകൾ പിന്നെ കുറേ സീരിയലുകൾ തോന്നി.
കാരണം അത് വേറൊരു ലെവലിലാണ് കിടക്കുന്നത്. അത് അടർത്തിയെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെയുള്ള ഒരു ടോട്ടൽ ഒരു ആ ത്രെഡിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. എന്നാലും ഇങ്ങനെ പല സീരിയലുകളും ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ ആശയം കാരണം വേറെ വഴിക്കുള്ള പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂര്യോദന പ്രൊഡക്ഷൻസ് ഇതിന് വേണ്ടിയിട്ട് സമീപിക്കുകയും ആദ്യം തന്നെ ഏഷ്യാനെറ്റിൽ പോയി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചില്ലെങ്കിൽ അവിടെ ചെന്നപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തന്നെ ഇത് ഭയങ്കര ഒരുപാട് കാലമായിട്ട് അറിയുന്ന ആളാണ്. അതിലെല്ലാം ശ്രമം കുറയ്ക്കരുത്. ഇവിടെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ജോയ്സി സാറിന്റെ കഥാപാത്രങ്ങളെ നമുക്കൊക്കെ എത്തിക്കാൻ പറ്റുമെന്നുള്ളത് ഈശ്വരാനുഗ്രഹമാണ്. ദൈവത്തിന്റെ വലിയൊരു പ്രതിപ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് 100% സത്യമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ദൈവത്തിന് പറഞ്ഞിട്ട് തുടങ്ങാം. സാറിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സാർ ഓരോ കഥാപാത്രങ്ങളുണ്ടായത് അതിൻ്റെ ഉൽപ്പത്തി അതിൻ്റെ സൃഷ്ടി ഒക്കെ സാർ പറയുമ്പോഴും ആസ് എന്താ പറയുക ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിൻ്റെ കാമ്പ് എത്രത്തോളം ഉണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും ഇപ്പം സത്യനന്ദക്കാടിൻ്റെ പടം പറയുന്നത് പോലെ ജോയ്സി സാറിൻ്റെ കഥയിൽ കഥാപാത്രങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഏതെങ്കിലും ഒരു സീനാണെങ്കിൽ പോലും ആ സീനിന് ആ കഥയുമായി ഒരുപാട് അഭേദ്യമായൊരു ബന്ധമുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കഥാസൃഷ്ടിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സാറിൻ്റെ നോവൽ ഞാൻ ഈ പ്രോജക്റ്റ് ജോയിൻ ചെയ്തത് തന്നെ ഒന്ന് തിരിച്ചത് പിന്നെ എൻ്റെ ആശാനാണ്. ഇവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാനും ഇരിക്കേശ്വരിക്കാരാണ്, ഞങ്ങളെല്ലാം ഇടുക്കിക്കാരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇവിടെ മൊത്തം എൻ്റെ ടെക്നീഷ്യന്മാരുണ്ട്. ഞങ്ങളുടെ ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ മാറ്റി വെക്കണമെന്നൊന്നും പറ്റില്ല. ഇത്രയും ആക്റ്റീവായിട്ട് ഒരു ടെക്നീഷ്യൻ്റെ ഒരു ഗ്രൂപ്പ് അത് ഈ ലൊക്കേഷൻ മാത്രം ഉള്ളെന്നേ പറയാം. ഒരു വെള്ളം വേണമെങ്കിൽ ഇവിടുന്ന് ഓ പോയി വിളിച്ചാൽ ഡയറക്ടറിന്റെ അടുത്താണെങ്കിൽ അവർക്കും അറിയാം. ഇപ്പൊ ഡയറക്ടറിന്റെ അടുത്താണ് പോലെ വന്നിട്ട് ഡയറക്ടർ ഒന്നും നിലയ്ക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ല. അവരെല്ലാവരും ഭയങ്കര കമ്പനിയായിട്ട് ഭയങ്കര രസമായിട്ട് രാത്രി രാഹുൽ ഉറങ്ങിയിട്ടില്ല. ഫുൾ പ്രാക്ടീസ് ചെയ്തതാണ്. നമ്മുടെ ആർട്ടിസ്റ്റിൽ ഓരോ ബാലചന്ദ്രൻ, കിഷോറേട്ടൻ ജീവിക്കുന്ന അങ്ങനെ എല്ലാവരും 12 പേരുകൾ കെസിയ അങ്ങനെ ആളെ കിട്ടിയിട്ടില്ല. അപ്പൊ അവരോടും എല്ലാവരും നമ്മളെല്ലാവരും സന്തോഷം അറിയിക്കുകയാണ്. ഒരുപാടുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി മൂലം ഇത്രയും ഹാപ്പി ആയിട്ട് ഒരു വാക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഓരോ സീൻ അഭിനയിക്കുമ്പോഴും ഓരോ ഡയലോഗ് പറയുമ്പോഴും ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒത്തിരി സന്തോഷം ഉണ്ടെങ്കിലും താങ്ക് യു സോ മച്ച്. ഇരിക്കുന്നു ബാക്കിൽ. ചേട്ടാ തമിഴ് വരുമെന്നാ, തമിഴ് വരുമോ, തമിഴ് കയറി വരുമോ? അതുപോലെ തന്നെ ഈ സീരിയലും അത് ചൂസ് ചെയ്യാനുള്ള വലിയ കാരണം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും
പില്ലേഴ്സ് പോലെ നിൽക്കുന്നത് രണ്ടുപേരുമാണ്. സോ അതൊരു വലിയ ഹാപ്പിനെസ് ആണ്. പിന്നെ ഇതൊരു ടീം വർക്കാണ് ആക്ച്വലി. എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസിൽ ഞാൻ യൂണിറ്റിലുള്ളവർ പോലും വൺ ലൈന് വായിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ യൂണിറ്റിലുള്ളവർ പോലും പ്രൊഡക്ഷനിലുള്ളവർ പോലും കഥ എന്താണെന്നറിയാം. സാറ് പറഞ്ഞ പോലെ അത്രത്തോളം കഥയിലും ഉള്ളിലാണ് അവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു സീരിയലിൽ ആ ഒരു ടീമിൻ്റെ ഭാഗമാവാൻ കഴിയാന്ന് പറയുന്നത് വലിയ ഹാപ്പിനെസ് ആണ്. ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് പോകട്ടെ ഞങ്ങൾക്ക് ആഹാറുണ്ട് കലാശാല അസൈൻമെന്റ് ഒരു വാക്ക് സംസാരിക്കുന്നു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. കുഞ്ഞിരാമൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ ശക്തമായ കഥാപാത്രമായിട്ട് മാറി. അസൈൻമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്ന് നമുക്ക് കരുതാം. അത്രയ്ക്കും നല്ല ഭംഗിയായിട്ട് തന്നെ ആ കഥാപാത്രത്തെ രീതിയിൽ തന്നെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. എന്നോട് ഒരുപാട് ഞങ്ങളെല്ലാവരെയും ടെക്നീഷ്യൻസിലെല്ലാവരെയും ഇതാരാണ് ഈ അഭിനയിച്ച ഈ അപൂർവ ഇനിയും കൊണ്ടുവരുമോ, ഇനിയും മരിച്ചു പോയെങ്കിലും കഥാപാത്രം എന്ന് ചോദിക്കുന്നത്. അപ്പൊ അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു വാസ്തവത്തിലെ ഒരു വിചാരിക്കുന്ന ഇല്ല. അതുകൊണ്ട് എന്നെ നേരത്തെ എന്നോട് പുറത്താക്കി. പക്ഷെ ആ കഥാപാത്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് പെട്ടെന്ന് പുലിമുടിയിലാണ് ഞാൻ അന്നപ്പോ തന്നെ ഒരു മീൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടിയത് ഈ പുലിയുടെ മുമ്പിലേക്കായിരുന്നു. എന്തായാലും ഓരോ ഭാവങ്ങളും റിയാക്ഷൻ എന്താണെന്ന് പഠിച്ച് ചെയ്യാൻ കാരണം കോമഡിക്ക് റിയാക്ഷൻ ഇല്ലല്ലോ. ഒറ്റ പ്രൊജക്റ്റീവ് ഡയലോഗ് പറയാൻ പ്രസന്റേഷൻ മാത്രമേ ഉള്ളൂ. റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചത് എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ എല്ലാവരും ാണ് ഏറ്റവും എൻ്റെ കരിയറിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് കരിയർ എന്നൊന്നും പറയാനായിട്ട് അത്ര മൊത്തമൊന്നും ആയിരുന്നു. 5 years ആയാലും അച്ഛൻ, അപ്പൂപ്പൻ, അപ്പച്ചി, കുഞ്ഞമ്മ, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഫാമിലിയിലുള്ള ഈ ഫീൽഡിലുണ്ട്. അപ്പം അതുകൊണ്ടൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ. അതും ജോയ്സ് സാറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് നിന്നത്. ബിനു സാറിനെ പറ്റിയിട്ട് ഞാൻ സാറ് ഭയങ്കര ദേഷ്യക്കാരനെന്നൊക്കെ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മോക്ക് ഷൂട്ടിന് വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ നോക്കിയായിരുന്നു എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ജനിച്ചേക്കാണ്. ജോയ്സിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ചാടി വീണു. പിന്നെയാണ് ആലോചിച്ചത് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണോ ഞാൻ കയ്യിലെടുത്ത് വെച്ചത്. പക്ഷേ സാറിന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ എവറി ഡയലോഗ് ആണെങ്കിലും റിയാക്ഷൻസ് ആണെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതാണ് എടുത്ത് പറയുന്നത്. പിന്നെ സാറിൻ്റെ നമുക്കൊരു സീനിനകത്തൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ സാറ് ഒരുപാട് ബാക്കിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഒരുപാട് ഫ്രണ്ടിലോട്ടുള്ള അധ്യായങ്ങൾ സാർ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ സാറ് പറഞ്ഞു തരും. വേണമെങ്കിൽ അഭിനയിച്ച് കാണിച്ചു.
അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഞങ്ങളുടെ ഒരാൾ മാത്രം വിചാരിച്ച് വന്നൊന്നും അഭിനയിച്ച് പോകുന്നത്. ഡയറക്ടറാണെങ്കിലും ക്യാമറമാനാണെങ്കിലും അവരെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് യൂണിറ്റിലുള്ളവർ തന്നെ നമ്മള് ഇപ്പോൾ ഒരു ഫേസിലെ ലൈറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവരാണ് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി നമുക്ക് പറഞ്ഞു തരുന്നത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ കണ്ടിന്യൂറ്റി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന യൂണിറ്റിലെ ചേട്ടന്മാർ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എല്ലാവരും അങ്ങനെ ഒരു പ്രോജക്റ്റ് ജോയ്സാറിന്റെ പ്രോജക്റ്റ് കൂടെ ഒരുപാട് എനിക്ക് ഇങ്ങനെ പറ്റിയിട്ട് പറയാനുണ്ട്. സാറ് വെച്ചിട്ട് ആണല്ലേ ഞാൻ തന്നെ കഴിക്കാം. അല്ല സുജീഷ്